ഹലോ എവരിവൺ. പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള 6 തരം വെറൈറ്റി ആൻഡ് ടേസ്റ്റി അച്ചാറുകൾ. ശരിക്കും തികച്ചും പാഴ്വസ്തുക്കളാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ അല്ലെങ്കിൽ അല്ല എന്ന് പറ. ആദ്യം നമുക്ക് ഏറ്റവും നല്ല പാഴ്വസ്തു എന്തുവാന്ന് നോക്കാം. എല്ലാവരും കളയുന്നതായ നാരങ്ങയുടെ തോടാണ്. അപ്പോൾ ഒരു വീട്ടിലുണ്ടായ നാരങ്ങ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ തോട് കളയാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് നാരങ്ങ ജ്യൂസൊക്കെ ആക്കിയതിൻ്റെ ബാക്കി ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ചിലവായി ബാക്കി. അപ്പം ഇത് ശരിക്കും നന്നായിട്ടിട്ടതാണ് കേട്ടോ. ചെറുതായിട്ട് എണ്ണയിലൊക്കെ നല്ലെണ്ണയൊക്കെ ചേർത്ത് ഡേറ്റ്സൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ ടേസ്റ്റ് നോക്കി പറയാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ടേസ്റ്റ് ആണെന്ന് അങ്ങ് വിശ്വസിച്ചേക്കുക. ഇത് പിന്നെ എന്നാന്ന് പറയും, ഇത് ശരിക്കും പാഴ്വസ്തുവാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഇത് പാഴ്വസ്തുവാണ്, ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുമില്ല. ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, 1-2 പ്രാവശ്യം ഇതിൻ്റെ തന്നെ ഒരു റെസിപ്പി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം കേട്ടോ. ഇത് ശരിക്കും ചതവേലിയാണ് കേട്ടോ. ചതവേലി ഞാനിത് പച്ചക്കെന്ന് പറഞ്ഞാൽ വെന്തതാണ്, ഉണക്കാതിട്ടതാണ്. കാരണം ഞാൻ ഉണക്കിയിട്ടോ വറുത്തിട്ടോ ആണ് സാധാരണ ഇടാറുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഉണക്കിയിട്ടിട്ടുണ്ട്, കുറച്ച് ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് ഒരാളെ കൊണ്ട് എടുപ്പിച്ചു, മെനക്കെട്ട് പൊളിച്ച് ഈ 3 ഇത് വറുത്തിട്ട അച്ചാറാണ്. ഇത് ചതവേലി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ചതവേലി എണ്ണയെ വറുത്തിട്ടിട്ടാണ്. ആരോ കൂട്ടിയിട്ട് പറഞ്ഞ് ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റെന്ന്. ഇത് പച്ചയ്ക്ക്. പിന്നെ ഇതിന് ഞാൻ ഇച്ചിരി ശർക്കര ചേർത്തിരുന്നു കേട്ടോ. ആ ഒരു വ്യത്യാസമുണ്ട്, മറ്റേ ശർക്കര ചേർത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഡ്രൈ ആണ്, കാരണം ഒത്തിരി എണ്ണ അങ്ങനെ ഈ ഉണക്കി വറുത്തിട്ടതായതുകൊണ്ട് ഇതിന് ഒരുപാട് വിനാഗിരി അങ്ങ് ചേർത്താൽ അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ. കുറച്ച് ഡ്രൈ ആണ് ഇത്. പിന്നെ പച്ചക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേവിച്ചതാണ് കേട്ടോ. ഇട്ടതായതുകൊണ്ട് പിന്നെ ഇച്ചിരി ശർക്കര, അതിനേക്കാൾ അധികമായിട്ട് ഇച്ചിരി ശർക്കര ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇത് രണ്ടും കൂടെ കൂട്ടിയവർ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് പിന്നെ എണ്ണയിലൊക്കെ വറുത്തതാണ്. പിന്നെ ഇതിന് വേറെ ഏതാണ്ടൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, അതുകൂടെ അതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വീട്ടിലുണ്ടായ ഗ്ലോബിക്കയാണ്. പലയിടത്തും വീണ് പോകുന്ന ഇവിടെ വരുന്നവർ പറയുന്നുണ്ട്, കൊണ്ട് അവിടേക്ക് ഒരുപാട് വീണ് കിടക്കുന്നതെന്ന് കേട്ടോ. ഇത് ഇച്ചിരി നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അത്യാവശ്യം എടുത്ത് വല്ല കഞ്ഞിക്കൊക്കെ കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതും വെള്ളക്കാന്താരി കുറേ ഉണ്ടായി, ഒരു 150 ഗ്രാം കാണും കേട്ടോ. കുറച്ച് കിട്ടിയത് എല്ലാവരും ഇത് ഇങ്ങനെയൊന്നും മെനക്കെടാനൊന്നും പോയില്ലെന്ന് എനിക്കറിയാം. അത് ഒന്നില്ല കാക്ക കൊത്തി പോവും, അല്ലെങ്കിൽ പറിക്കുക പോലും ഇല്ല കേട്ടോ. ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട് കാന്താരി ഇങ്ങനെ പറിക്കാതെ നിൽക്കുന്നു. അപ്പം 6 തരം അച്ചാറായല്ലോ കണ്ടല്ലോ. ഇതും ഞാൻ കൊണ്ടുവന്ന് ഇവിടോട്ട് വെച്ചു, കാരണം ഇത് അത്ര വലിയ പിന്നെ ഒന്നുമല്ല എങ്കിലും അതും പാഴ്വസ്തു അല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ കണ്ടില്ല, അതൊരു പാഴ്വസ്തുവാണ്. പിന്നെ പോട്ടെ. അപ്പം ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ആരും മെനക്കെട്ട് ഇതിൻ്റെ വൃത്തിയാക്കുന്ന ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് ഇട്ടിട്ടില്ലതേ ഉള്ളൂ. കുറേ വീഡിയോ ഇതിൻ്റെ ഉണ്ട്. ഇത് അച്ചാറിടുന്ന, പച്ചക്കിടുന്ന അച്ചാറിടുന്നുണ്ട്, വറുത്തിട്ട അച്ചാറിടുന്ന എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ കാന്താരി ഇടുന്നത്. പിന്നെ അച്ചാറിടുന്നത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഇനി അതൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എൻ്റെ മോന് സൗകര്യപ്പെട്ടേലേ ഇഷ്ടപ്പെട്ടെങ്കിലേ അതൊക്കെ ഇടുകയുള്ളൂ കേട്ടോ. അപ്പം ഇതിന് അധികം വിനാഗിരി ഒഴിക്കാനുണ്ട്, വലിയ ചാറില്ല എങ്കിലും ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുന്നുണ്ട് ഇരുന്നോളും കേട്ടോ. ഇതൊന്ന് വാട്ടിയിട്ടാൽ അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാത്തിനും അച്ചാറിന് ചേർക്കുന്ന എല്ലാം ചേർക്കുക, കായം എല്ലാത്തിനും വേണം കേട്ടോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതും കൊണ്ട് ഞാൻ 2 തരം അച്ചാറുണ്ടാക്കി, ഒരു ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസ് കാണിക്കണം. അപ്പം പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഏതാ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, യൂട്യൂബിൽ ഇട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ, ഇത് ഉണക്കി വെച്ചതാണ്. ഇതിപ്പോൾ ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞേ ഇടുകയുള്ളൂ. ഇതൊക്കെ കുറച്ച് ഞാൻ ഇടുകയുള്ളൂ കേട്ടോ, സാമ്പിൾ കാണിക്കാൻ. കാരണം ഇതെല്ലാവരും ഇതിങ്ങനെയുള്ളതൊക്കെ ഒന്ന് അവരൊന്ന് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ എനിക്ക് കുറേ പിന്നെ ഇതെല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് അഭിനന്ദിക്കാനല്ല, ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇടുന്ന. ഇച്ചിരി മെനക്കേടാണെങ്കിലും ചതവിലൊക്കെ വളരെ ഹെൽത്തിയാണ്. പിന്നെ ഇതെല്ലാം ഒരു സാധനം നമുക്ക് ഗുണമില്ലാത്തതായിട്ടില്ല. കാന്താരി ആണെങ്കിൽ പോലും പിന്നെ ഭയങ്കര പരസ്യമായിരുന്നല്ലോ കാന്താരി
പിന്നെ ഷുഗറുകാർക്കോ പ്രഷറുകാർക്കോ തൈറോയിഡുകാർക്കോ കൊളസ്ട്രോളുകാർക്കോ ഒക്കെ കൊള്ളാവുന്ന. അപ്പം നമുക്കിത് ഒരു സീസൺ പോലെയാണ്. ഇത് പെട്ടെന്ന് കുറേ നിറച്ചുണ്ടാവും, പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്കില്ല. പിന്നെ പറിക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഒരെണ്ണം പറിക്കുമ്പോൾ 2 മുട്ടെങ്കിലും അങ്ങ് പോവും ശരിക്കും പറിച്ചില്ലെങ്കിൽ. അപ്പോൾ ഈ വെള്ളക്കാന്താരി ഞാൻ അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊന്നും ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, എങ്ങനെ 6 തരം അച്ചാർ ഇതോടിട്ടാൽ 7 തരമാകും കേട്ടോ. ഇതും കൊണ്ട് തന്നെ 3 തരം. മനസ്സിലായില്ലേ? ഇത് എണ്ണയിൽ വറുത്തിട്ടിട്ടു. ഇത് പിന്നെ നമ്മൾ വേവിച്ച് വെറുതെ പച്ചയ്ക്ക് അങ്ങ് ഇട്ടതാണ് കേട്ടോ. നാരങ്ങയൊക്കെ പച്ചയ്ക്ക് ഇടുന്ന പോലെ. പിന്നെ ഇത് ഇനി ഉണക്കിയത് ഇത് വിട്ടാൽ ഒന്നുകൂടെ ആയേനെ. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഇതെല്ലാം പാഴ്വസ്തുക്കളല്ലേ പറയും. ഈ നാരങ്ങത്തോടെ ആരെങ്കിലും മെനക്കെട്ടിങ്ങനെ ഉണ്ടാക്കും? ഇല്ല, നല്ല ടേസ്റ്റാണ്. നമ്മളൊരു നാരങ്ങ അച്ചാർ ഇടുന്നാലും ടേസ്റ്റാണ്. ഇതൊരു 10 നാരങ്ങയുടെ ഒരു 5-8 നാരങ്ങയുടെ തോടും കാണും. അതിൻ്റെ കൂടെ ഞാൻ ഒരു നാരങ്ങ ചേർത്ത് കേട്ടോ, ഒരെണ്ണേ ചേർത്തുള്ളൂ. കുറച്ച് ഡേറ്റ്സൊക്കെ ചേർത്തു, എണ്ണയൊക്കെ ചേർത്തു. പിന്നെ എല്ലാത്തിനും വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഓരോന്നിൻ്റേതനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക. വെളുത്തുള്ളി ഒന്നിനും അധികം ആകില്ല. വെളുത്തുള്ളിയൊക്കെയാണ് എണ്ണ, വെളുത്തുള്ളി, ഉപ്പ് ഇതൊക്കെയാണ് എല്ലാത്തിനും ടേസ്റ്റ് വരുത്തുന്നത്. പിന്നെ വിനാഗിരി. അപ്പോൾ ഇതൊക്കെ അങ്ങ് ചേർത്താൽ ഏത് സാധനവും അച്ചാറാകും. പിന്നെ നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഇതിനകത്ത് അടിച്ചു നോക്കിയാൽ ഞാനിട്ട വ്ളോഗിലൊക്കെ വാഴപ്പിണ്ടി കൊണ്ടുണ്ട് അച്ചാർ. വാഴപ്പിണ്ടിയെല്ലാം എല്ലാവരും കളയുന്നത്, അതുകൊണ്ട് 4 ഐറ്റം ഒക്കെ ഞാൻ ഒന്നിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ കാട് പോലെ വന്ന് നശിച്ചു പോകുന്നൊരു സാധനമാണ് എന്തുവാ, പിന്നെ സോറി മറന്നു പോകുന്നല്ലോ, ചെറുതണം. ചെറുതണം കൊണ്ട് ഞാൻ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി വസ്തുക്കൾ, പാഴ്വസ്തുക്കൾ എല്ലായിടത്തും വീട്ടിൽ പൊഴിഞ്ഞിങ്ങനെ പഴുത്ത് വീണ് തിന്നാനും കൊള്ളാതെ പോകുന്ന അത്തിക്ക കൊണ്ട് ഞാൻ 2 റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒരു കട്ട്ലേറ്റ് ഇട്ടിട്ടുണ്ട്. കൂമ്പ് കൊണ്ട് വാഴക്കൂമ്പെല്ലാം ഒടിച്ച്, ഏത്തവാഴയൊക്കെ കൃഷി ധാരാളം ഉള്ളത് വെറുതെ ഒടിച്ചിടുകയാണ്. അങ്ങനത്തെ വാഴക്കൂമ്പ് കൊണ്ട് ഞാൻ